ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉർവശി, നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടത്തി. ഞാനേ കൽപ്പനയോടൊന്ന് സംസാരിക്കട്ടെ. അതെ, സൂക്ഷിച്ചു മതി. ആത്മാവിന്റെ കാര്യം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ആ ചെറിയമ്മേ, എനിക്ക് ഒരു ചായ വേണം. എന്താ ചെറിയമ്മേ? എന്തു പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഈ ആഭരണങ്ങൾ ഏതാ? ഏതാഭരണങ്ങള്? നിന്റെ ശരീരത്തിൽ കിടക്കുന്നത് പ്രിയങ്കയുടെ ആഭരണങ്ങളല്ലേ? എന്താ കൽപ്പന ഇത്? പ്രിയങ്കയുടെ ആഭരണങ്ങളൊക്കെ നീ എന്തിനാ എടുത്തിട്ടിരിക്കുന്നേ? ഇത് ഞാൻ എടുത്തിട്ടൊന്നുമല്ല. ഞാൻ എന്റെ മുറി കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെങ്ങനെ ഈ ആഭരണങ്ങളൊക്കെ എന്റെ ശരീരത്തിൽ വരുന്നേ? നീ അറിയാതെ നിന്റെ ശരീരത്തിൽ ആഭരണങ്ങൾ വന്നോ? എന്റെ അമ്മയെ ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. ഇതൊക്കെ എങ്ങനെ എന്റെ ശരീരത്തിൽ വന്നെന്ന് എനിക്ക് അറിയില്ല. എന്തൊക്കെയാ കേൾക്കുന്നേ? ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണല്ലോ ഈ കുടുംബത്തിൽ ഇപ്പൊ സംഭവിക്കുന്നത്. എന്താ മോളെ? അല്ല മാം, പ്രിയങ്ക ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ അതേ മണം വരുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നേ? അതെ, പ്രിയങ്ക ഉപയോഗിക്കാറുള്ളത് പോലെ തന്നെ. പ്രിയങ്ക അടുത്തുകൂടി പോകുമ്പോ ഈ മണോ ആയിരുന്നല്ലോ. എന്തോ ഇത്? അയ്യോ, എടുത്തെഴുതിയെത്തുന്നോ? അമ്മ എടുത്തെഴുതിയെത്തുന്നോ? പ്രിയങ്കയുടെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടാ കൽപ്പന ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പോ ഈ മണവും. പത്മിനി, കാര്യങ്ങൾ കുഴപ്പത്തിലാണല്ലോ. അയ്യോ, പ്രിയങ്കയുടെ ആഭരണങ്ങളും പെർഫ്യൂമും കൽപ്പന അറിയാതെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം പ്രിയങ്കയുടെ ആത്മാവ് കൽപ്പനയുടെ ശരീരത്തിലുണ്ടെന്നല്ലേ? മുത്തശ്ശി, വെറുതെ ഇല്ല കഥകൾ പറയല്ലേ. പ്രിയങ്കയുടെ ആത്മാവ് എന്റെ ദേഹത്തില്ല. അതെ, രാധികയുടെ ദേഹത്താ. അത് പൂജാരി പറഞ്ഞതല്ലേ? പൂജാരി അന്നങ്ങനെ പറഞ്ഞു. പക്ഷേ എപ്പോഴും രാധികയുടെ ദേഹത്തെ കയറുമെന്ന് പ്രിയങ്കയുടെ ആത്മാവ് തീരുമാനിച്ചിട്ടുണ്ടോ? അമ്മേ, എടുത്ത് കാണിക്കുന്നുണ്ടോ? പ്രിയങ്കയ്ക്ക് ദേഷ്യം വന്നോ അവൾ ഇതുപോലെ കാണിക്കാറ് അല്ലേ? അമ്മ കണ്ടിട്ടില്ലേ? ഒന്ന് രണ്ട് വട്ടം അവൾ അടുക്കള വെച്ച് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. പത്മിനി, ദൈവം നമ്മളെ പല രീതിയിൽ പരീക്ഷിക്കുക. ഈശ്വര, പ്രിയങ്കയുടെ ആത്മാവ് വേറെന്തോ തീരുമാനിച്ചിറങ്ങിയിരിക്കുക. അതിനി ഇവിടെയുള്ള ആരുടെയൊക്കെ ദേഹത്ത് കയറുമെന്ന് അറിഞ്ഞൂടാ.
മോളെ രാധിക നീങ്ങു പോരെ. വാ വാ. ഉർവശി, നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏട്ടത്തി. ഞാനേ കൽപ്പനയോട് ഒന്ന് സംസാരിക്കട്ടെ. ആ, അതെ, സൂക്ഷിച്ചു മതി. ആത്മാവിന്റെ കാര്യം ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്താ മുത്തശ്ശി ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇത്രയും കാലം ഞാൻ കരുതിയതേ നീ ആളൊരു പാവമാണെന്നല്ലേ. ഇപ്പൊ മനസ്സിലായി. അറിഞ്ഞൊന്ന് ചിന്തിച്ച ഈ ശരീരത്തിന്റെ അകത്ത് നിന്നും കൊള്ളാവുന്ന ചിന്തയും പുറത്തേക്ക് വരും. എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നത്? അവളുമാർക്ക് പണി കൊടുക്കാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഇങ്ങനെ കേറിക്കൊള്ളുവെന്ന് ഞാൻ കരുതിയില്ല. ഓ, മോള് പത്മിനിയുടെ മുഖം കണ്ടായിരുന്നോ? കൽപ്പനയുടെ ദേഹത്ത് പ്രേതം ഉണ്ടെന്ന് പത്മിനി പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കുക. അതെനിക്കും തോന്നി. ഇങ്ങനെയാടി മോളെ തിരിച്ചടി കൊടുക്കേണ്ടത്. ഇതാ നാഴികയ്ക്ക് 40 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കരണത്തടിക്കുന്നവന്റെ 2 ചെവിയും പൊത്തി തിരിച്ചടിക്കണമെന്ന്. ഇനിയിപ്പോ മോളും ചെറിയമ്മയും കൂടി കൽപ്പനയുടെ ദേഹത്ത് പ്രേതമില്ല എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ ഓടി നടക്കട്ടെ. അതിന് രണ്ടുപേരും ഒന്നിച്ചുണ്ടാവില്ല മുത്തശ്ശി. അതെന്താ? ഒരു പണി കൊടുക്കുമ്പോ ഏട്ടത്തിക്ക് മാത്രം കൊടുത്താ പോരല്ലോ. ആ, ചെറിയമ്മയും ഇതിന്റെ രുചിയൊക്കെ അറിയണ്ടേ? അപ്പോ ഉർവശിക്ക് ഉണ്ടോ ഇതുപോലെ എന്തെങ്കിലും? ഉണ്ട്. ചെറിയമ്മയ്ക്കുള്ളതേ കുറച്ചൊരു ഗൗരവമുള്ളതാ. അതുകൂടി നടന്നു കഴിയുമ്പോ ഒന്നെങ്കിൽ പ്രിയങ്കയുടെ ആത്മാവിനെ അവരെ സൃഷ്ടിച്ചാന്ന് സമ്മതിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ഒരിക്കലും മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദേ പെണ്ണെ, ഈ നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, ഈ സംസാരം ഉണ്ടല്ലോ, ഇത് കട്ടയ്ക്കങ്ങ് കൊണ്ടുപോയാ മതി. ഒരുത്തിയും നിന്നെ തൊടില്ല. എന്റെ ഭഗവാനെ, വരുണിന്റെ കാര്യത്തില് സത്യത്തിൽ ഇപ്പോഴാ എനിക്കൊരു ധൈര്യമായത്. അവന് ഒരു കുഴപ്പവും വരില്ല. നീ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പറ്റില്ല. പറഞ്ഞു പറഞ്ഞ് എന്നെ വലിയൊരു കുഴപ്പക്കാരിയാക്കോ മുത്തശ്ശി. നീ ഒരു പാവമാണ്, നല്ലവളാണ് എന്നൊക്കെ എനിക്കറിയാം. ജീവിപ്പിക്കില്ല എന്ന് ചിലര് തീരുമാനിച്ച ജീവിക്കുമെന്ന് കാണിച്ചു കൊടുക്കണം. എന്താ ചെയ്യുക എന്ന് കാണിച്ചു കൊടുക്കണം.